മയ്യനാട് പാർത്ഥസാരഥി എന്ന കൊമ്പനാണ് മണിക്കൂറുകൾ ഈ കിടങ്ങൂർ എന്ന ദേശത്തെ മുൾമുനയിൽ നിർത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു ഈ ആനയെ ഈ ക്ഷേത്രത്തിലേക്ക്, കിടങ്ങൂർ ക്ഷേത്രത്തിലേക്ക് തൊഴാനും ഭക്ഷണം കൊടുക്കാനുമായി എത്തിക്കുന്നത്. അതിനിടയിലാണ് ആന വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി ആന വിരണ്ടോടുകയായിരുന്നു. ഒപ്പം ഈ ആനയെ കൊണ്ടുവന്ന ലോറി ഡ്രൈവറെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഈ ഡ്രൈവറെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ഈ ആന സമ്മതിച്ചിരുന്നില്ല. അതിന് അടുത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഡ്രൈവർ വിഷ്ണു മരണപ്പെടുകയായിരുന്നു. പിന്നീട് ഒന്നാം പാപ്പാനെയും ഈ പ്രദീപിനെയും ആന ഗുരുതരമായി തന്നെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഇപ്പോൾ പ്രദീപ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നീട് അതിനുശേഷം ആന വലിയ പരാക്രമമായിരുന്നു ഈ ഭാഗത്ത് നടത്തിയിരുന്നത്. വലിയ പരിഭ്രാന്തി പ്രദേശത്താകെ പരത്തിയിരുന്നു. പരിഭ്രാന്തിയിൽ പല ഭാഗത്തേക്കും ഓടിയ ആന ഈ പ്രദേശത്തുള്ള വാഹനങ്ങളൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പല വാഹനങ്ങളും ഒന്നിലേറെ തവണ കുത്തിമലർത്തിക്കൊണ്ട് 100-150 മീറ്ററോളം മാറി കാറടക്കമുള്ള വാഹനങ്ങൾ മാറ്റി ഇടുന്ന സാഹചര്യമടക്കമുണ്ടായി. അങ്ങനെ വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് ആന ഉണ്ടാക്കിയിരുന്നത്. അപ്പോഴും ഒരു ആശ്വാസമായിട്ടുള്ളത് പുറത്തേക്ക്, ഈ ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്തേക്ക് ആനയെ പോകാൻ സമ്മതിക്കാത്തതിന് ഇതിനകത്ത് തന്നെ നിർത്താൻ സാധിച്ചു എന്നതാണ്. കാരണം ഈ പുറത്തേക്ക് പോയിരുന്നെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവുമായിരുന്നു, വലിയ ഗുരുതര സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് ഒഴിവാക്കാൻ സാധിച്ചു എന്നതാണ് വലിയ ആശ്വാസമായിട്ടുള്ളത്. എന്തായാലും 2-3 മണിക്കൂറോളം നീണ്ട വലിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ഏകദേശം 12 മണിക്ക് ശേഷം 1 മണിയോട് കൂടിയാണ് ആനയെ പൂർണ്ണമായും തളയ്ക്കാനാകുന്നത്. ആദ്യഘട്ടത്തിൽ RRT സംഘവും ഈ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ഒക്കെ ഇവിടെ എത്തിക്കൊണ്ട് പല ഭാഗത്തു നിന്ന് ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, പഴവർഗ്ഗങ്ങൾ കൊടുത്ത് തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും വിജയിക്കാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് 12 മണിയോടെ ഡോക്ടർ എത്തിക്കൊണ്ട് മയക്കുവെടി വെക്കുകയായിരുന്നു. പിന്നീട് അരമണിക്കൂറോളം വീണ്ടും ആന കൂടുതൽ പരിഭ്രാന്തി പരത്തി പല ഭാഗത്തേക്കും ഓടുകയുമൊക്കെ ചെയ്തിരുന്നു. പിന്നീട് പൂർണ്ണമായ മയക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷമാണ് 4 കാലുകളും സമീപത്തെ മരങ്ങളിലും കുറ്റികളിലും വടം ഉപയോഗിച്ച് ബന്ധിച്ച് ആനയെ പൂർണ്ണമായും തളച്ചിപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആന അല്പം ശാന്തനായി നിൽക്കുന്നുണ്ട്. വെടിയുടെ മയക്കത്തിൽ തന്നെയാണ് ആന ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് ആനയെ മാറ്റാനാകുമോ എന്ന കാര്യത്തിലടക്കം ഉറപ്പില്ല എന്നാണ് RFO അടക്കം അറിയിക്കുന്നത്. കാരണം ഈ വാഹനത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ആന വീണ്ടും അക്രമാസക്തനാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കില്ല എന്നാണ് നിലവിൽ RFO അറിയിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ വേണ്ടതുണ്ട്. കാരണം ഇതിന് മതപ്പാടുണ്ടായിരുന്നു എന്ന കാര്യമടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിന്റെ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും അപ്പോൾ ഇന്ന് എന്തായാലും ആനയെ മാറ്റാൻ സാധ്യതയില്ല എന്നാണ് RFO അടക്കം വ്യക്തമാക്കുന്നത്. ഡോക്ടർ ഇവിടെ വെച്ച് തന്നെ ആവശ്യമായ ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് വേണ്ട പരിപാലനം ഇവിടെ വെച്ച് തന്നെ നടത്താം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കൃത്യമായ നിരീക്ഷണം ഇവിടെ നടന്നു വരുന്നുണ്ട്. ഡോക്ടർമാരുടെയും എലിഫന്റ് സ്ക്വാഡിന്റെയും ഒക്കെ അംഗങ്ങൾ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. കൃത്യമായ നിരീക്ഷണം. ആനക്കലി എന്നൊക്കെ പറയുന്നതിന്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മൾ അവിടെ നിന്ന് കണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ആനയ്ക്ക് മതപ്പാടുണ്ടായിരുന്നു എന്നടക്കം പരിശോധിക്കുകയാണെന്ന് RFO വ്യക്തമാക്കുന്നുണ്ട്. ആനയെ സ്ഥലത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ആവശ്യമായിട്ടുള്ള ചികിത്സ ആനയ്ക്ക് നൽകുന്ന കാര്യത്തിൽ അടക്കം ഉറപ്പുവരുത്തുമെന്നും RFO വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഷബാസ് അഹമ്മദ് നൽകിയത്.